pray. Hallelujah. നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. Thank you, Jesus. നന്ദി യേശുവേ, Thank you, Father. നന്ദി പിതാവേ, Thank you, Holy Spirit, നന്ദി പരിശുദ്ധാത്മാവേ, for being here. ഇവിടെ ആയതിനാൽ. This is your platform, Lord. ഇത് നിന്റെ പ്ലാറ്റ്ഫോമാണ്. This is your place, Lord. ഇത് നിന്റേതാണ് കർത്താവേ. This is your people. ഇത് നിന്റെ ജനങ്ങളാണ്. Oh, let's just raise both our hands and say, we are your people, Lord. രണ്ട് കരങ്ങളെ ഉയർത്തി നമുക്ക് പറയാം, ഞങ്ങൾ അങ്ങയുടെ മക്കൾ, We are your people, ഞങ്ങൾ Lord. അങ്ങയുടെ ജനങ്ങൾ. Oh, Father, I thank you that you are here to speak to each one of us today. നന്ദി പിതാവേ, നീ ഇവിടെ ആയിരിക്കുന്നതിനാൽ, ഞങ്ങളെ ഓരോരുത്തരെയും കാണുന്നതിനാൽ. In Jesus' name I pray. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. Amen. ആമേൻ. Ephesians chapter 3 verse 14 to 15. എഫേസ്യരുടെ ലേഖനത്തിന്റെ 3:14. In my last week, during the time of ministering, I touched upon this. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മിനിസ്റ്ററിംഗിന്റെ സമയത്ത് ഇതിനെക്കുറിച്ച് ചെറുതായി ഒന്ന് പറഞ്ഞു. For this reason, I bow my knees to the Father of our Lord Jesus Christ, from whom the whole family in heaven and earth is named. അതു നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. Wow, there is a family in heaven and there are families on earth. വാവ്, സ്വർഗത്തിലും ഒരു കുടുംബമുണ്ട്, അതുപോലെ തന്നെ ഭൂമിയിലും ഒരു കുടുംബമുണ്ട്. I want to say this root, that word family, that is wrongly translated actually. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു, ഇതിന്റെ റൂട്ട് അർത്ഥം അല്ലെങ്കിൽ റൂട്ടായിട്ടുള്ള വാക്യം ഫാമിലി, കുടുംബം എന്നുള്ളത് തെറ്റായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. The Greek word used there is patria. യവന ഭാഷയിൽ ഇത് ഉദ്ദേശിക്കുന്ന പാട്രിയാർക്ക് എന്നാണ്. It is from that word that the word patriarchy comes from. ആ ഒരു വാക്യത്തിൽ നിന്നാണ് പാട്രിയാർക്കി എന്നുള്ള വാക്ക് പറയുന്നത്. I know that word is sometimes not comfortable in today's spaces. പലപ്പോഴും അത് നമുക്കൊരു അസൗകര്യമായ വാക്കായിട്ട് തോന്നാം. So it is says so that word patriarchy means fatherhood. അതായത് ഈ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് പിതൃത്വം എന്നാണ്. So let's just go back and read that again. For this reason I bow my knees to the Father of our Lord Jesus Christ, from whom the whole fatherhood in heaven and earth is named. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. There is fatherhood in heaven and there is fatherhood on earth. അതായത് നമുക്ക് സ്വർഗത്തിലും പിതൃത്വമുണ്ട്, അതുപോലെ തന്നെ ഭൂമിയിലും പിതൃത്വമുണ്ട്. Every fatherhood ultimately goes back to the fatherhood of God. എല്ലാ പിതൃത്വവും അവസാനമായിട്ട് തിരിച്ചു പോകുന്നത് സ്വർഗത്തിലെ പിതൃത്വത്തിലേക്കാണ്. When I say fatherhood in God, it means both fatherhood and motherhood, father and mother, because there is no gender in God. ആമേൻ. ഞാൻ അവിടെ പിതൃത്വം എന്ന് ഉദ്ദേശിക്കുമ്പോൾ ദൈവം അവിടെ ഉദ്ദേശിക്കുന്നത് മാതാവുമാണ്, അതുപോലെ തന്നെ പിതാവുമാണ് എന്നുള്ള അർത്ഥമാണ്. ദൈവത്തിന് അവിടെ ഒരു ജെൻഡർ ഇല്ല. Fatherhood did not begin on earth, it began in heaven. പിതൃത്വം എന്ന് പറയുന്നത് ഭൂമിയിലല്ല ഉത്ഭവിച്ചത്, അത് ഉത്ഭവിച്ചത് സ്വർഗത്തിലാണ്. It did not begin with time, it began even before human history. അതൊരു കാലത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ ഒരു ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിലല്ല അത് ഉത്ഭവിച്ചത്, എന്നാൽ അതിനു മുമ്പേ നിത്യതയിലാണ് അത് ഉത്ഭവിച്ചത്. The Bible says that God was the father of Adam. ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവമായ പിതാവായ ദൈവം ആദാമിന്റെ പിതാവ്. But fatherhood even existed before that, it existed in eternity. അതായത് പിതൃത്വം എന്ന് പറഞ്ഞാൽ അതിനു മുമ്പേ ഉളവായതാണ്, നിത്യതയിൽ ഉത്ഭവിച്ചത്. God is the father of our Lord Jesus Christ. ദൈവമായ പിതാവായ ദൈവം യേശുക്രിസ്തുവിന്റെയും പിതാവാണ്. The Bible says in the beginning was the word was with God and the word was God. ദൈവത്തിന്റെ വചനം എങ്ങനെ പറയുന്നു? ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു. So the word Jesus was with God. അതുകൊണ്ട് വചനം എന്ന് പറയുന്നതായ യേശു ദൈവത്തോട് കൂടെയാണ്. So this divine word, the eternal son of God, was with the Father. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ദൈവികമായ, അതായത് പുത്രനായ യേശുക്രിസ്തു ഇറ്റേണലായ പിതാവായ ദൈവത്തിന്റെ സമീപത്താണ്. The scripture says that he was in the bosom of the Father. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു, അവൻ ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ മടിയിലായിരുന്നു. Hallelujah. Hallelujah. Let's just thank this great Father. നമുക്ക് ഈ നല്ലവനായ പിതാവിനെ ഒന്ന് നന്ദി പറയാം. I want to tell to you, this world was created by your Father. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു, ഈ ഒരു ലോകം മുഴുവനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന പിതാവായ ദൈവത്താൽ. Everybody on earth has a father and mother and ultimately goes back to the fatherhood of God. ഈ ഭൂമിയിൽ പിതാവും മാതാവുമുള്ള ഓരോരുത്തരും അവസാനമായി തിരിച്ച് പോകുന്നത് സ്വർഗത്തിലെ പിതാവിലേക്കാണ്. Thank you, Father. നന്ദി പിതാവേ. Today I want to invite the Father. Hallelujah. ഇന്ന് ഞാൻ നമ്മുടെ സ്വർഗത്തിലെ പിതാവിനെ ഇവിടെ ക്ഷണിക്കുവാൻ ആഗ്രഹിക്കുന്നു. He is here.
അവൻ ഇവിടെയുണ്ട്. Many a times we are not comfortable with the Father, we are comfortable with the Son. പലപ്പോഴും നാം ഫാദറുമായാലും നമ്മുടെ സ്വർഗത്തിലെ പിതാവുമായതിനേക്കാൾ കൂടുതൽ നമുക്ക് സൗകര്യമായി തോന്നുന്നത് യേശുവുമായുള്ള ഒരു ബന്ധത്തിലാണ്. Oh, when I was meditating this, I sensed the Holy Spirit say He is full and full and full of love. ഞാൻ ഇതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇങ്ങനെ ഇടപെട്ടു, അവൻ പൂർണ്ണമായും 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 സ്നേഹത്തിലുള്ളവനാണെന്ന്. Who else will give His only Son for enemies like us? വേറെ ആര് തരും ശത്രുക്കളായിരുന്ന നമുക്ക് തന്റെ സ്വന്തം പുത്രനെ? I wouldn't give it to even to my best friend. I would not give my son or daughter. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനു പോലും എന്റെ സ്വന്തം പുത്രനെയോ പുത്രിയോ കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. Oh, this son that was in the bosom of his father, the father was full and full and full of love, decided to give that one son that he had. തന്റെ മടിയിലായിരുന്ന ഏകജാതനായ പുത്രനെ തന്റെ പൂർണ്ണതയിലുള്ള സ്നേഹനിമിത്തം നമുക്ക് വേണ്ടി തരുവാൻ അവൻ തയ്യാറായി. Let's just close our eyes and say thank you, Father. നമ്മുടെ കണ്ണുകളെ അടച്ച് ആ പിതാവിനെ നന്ദി പറയാം. He is our Father. അവൻ നമ്മുടെ പിതാവാണ്. Are you able to relate to this Father? ഈ ഒരു പിതാവിനോട് നിങ്ങൾക്ക് ബന്ധപ്പെടുവാൻ സാധിക്കുന്നുണ്ടോ? The world has drawn wrong images of God the Father. പലപ്പോഴും ലോകം നമുക്ക് തന്നിരിക്കുന്ന ഒരു തെറ്റായ പ്രതിച്ഛായയാണ്. Today the angelic host of God are there, hallelujah, to release the proper picture of God in our midst. ഞാൻ വിശ്വസിക്കുന്നു സൈന്യങ്ങളുടെ ദൈവമായ യഹോവ അതിനെക്കുറിച്ചൊരു ഛായ തരുവാൻ ആഗ്രഹിക്കുന്നുവെന്ന്. Thank you, Jesus. നന്ദി യേശുവേ. Lord, I thank you. Jesus is the way. യേശുവാണ് വഴി. But the Father is the destination. എന്നാൽ പിതാവാണ് നമ്മുടെ ലക്ഷ്യസ്ഥാനം. Hallelujah. Hallelujah. Jesus said in John chapter 14 verse 6. യോഹന്നാന്റെ 14:6 യേശു ഇങ്ങനെ പറഞ്ഞു. He said, I am the way, the truth and the life. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. No one comes to the Father except through me. ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ. Many of us are satisfied by receiving Jesus into our life, but forgetting that we have a journey to the Father. നാം പലപ്പോഴും പിതാവിനെ മറന്നിട്ട് എന്നാൽ യേശു നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു സൗകര്യത്തിലായിരിക്കും. Thank you, Lord. നന്ദി. Today I want to say the destination is the Father. ഞാൻ ഇന്ന് പറയുവാൻ ആഗ്രഹിക്കുന്നു ലക്ഷ്യസ്ഥാനം പിതാവാണ്. Without Jesus, there is the way to the Father is blocked. എന്നാൽ യേശു അല്ലാതെ പിതാവിന്റെ അടുത്തോട്ടുള്ള വഴി അവിടെ ബ്ലോക്ക് ആകുകയാണ്. Hallelujah. God's purpose is not that we would just come to the Son, but through the Son we come into the presence of the Father. ദൈവത്തിൻ്റെതായ ഉദ്ദേശം എന്ന് പറയുന്നത് യേശുവിന്റെ അടുത്തേക്ക് എത്തുക മാത്രമല്ല, എന്നാൽ യേശു മുഖാന്തരം പിതാവിന്റെ അടുത്തേക്ക്. John 14 verse 8, Philip said, show us the Father and it is sufficient for us. യോഹന്നാൻ 14:8 ഫിലിപ്പ് ഇങ്ങനെ പറയുന്നു, ഞാൻ എന്നെ പിതാവിനെ കാണിക്കണമേ എന്ന്. You know, that is the cry of every heart. അത് ഓരോ ഹൃദയങ്ങളെയും ഉണർത്തുകയാണ്. Every child has a right to the Father. എല്ലാ കുഞ്ഞുങ്ങൾക്കും എല്ലാ മക്കൾക്കും പിതാവിന്റെ അടുത്തേക്ക് എത്തുവാനുള്ള അവകാശമുണ്ട്. Every child has a right to be in the presence of his mother. എല്ലാ മക്കൾക്കും നമ്മുടെ മാതാവിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കാനുള്ള അവകാശമുണ്ട്. Today through the Son, Jesus has given us the right to be in the presence of the Father. എന്നാൽ യേശു മുഖാന്തരം ഇന്ന് നമുക്ക് പിതാവിന്റെ അടുത്തിരിക്കുവാനുള്ള അവകാശം തന്നിരിക്കുകയാണ്. Oh, hallelujah. Oh, hallelujah. Even though Jesus rebuked Philip, Jesus said, you know, he who has seen me has seen the Father. How can you see? Show us the Father. എന്നാൽ യേശു അവിടെ ഫിലിപ്പോസിനോട് ഇങ്ങനെ ശാസിച്ചുകൊണ്ട് പറയുകയാണ്, ഞാൻ പിതാവിനിലും ആയിരിക്കുന്നുവല്ലോ, എന്നെ കാണുന്നവൻ പിതാവിനെ കാണുന്നുവെന്ന്. Because at that time they had not beheld Jesus as who he is. They had not beheld as Jesus as who he is. അന്ന് അവരുടെ യേശു ആരാണെന്നുള്ള ഒരു ധാരണ അവർക്കില്ലായിരുന്നു. Hallelujah. I want to say the purpose, the destination of our lives is the presence of the ഞാൻ Father. പറയുവാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ലക്ഷ്യമെന്ന് പറയുന്നത് പിതാവിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കുക എന്നുള്ളതാണ്. Once we are born again, God has given us, Jesus gives us a right to become the children of God. നാം വീണ്ടും ജനിച്ചപ്പോൾ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആ പിതാവിന്റെ മക്കളാകാനുള്ള അവകാശമാണ്. So what is the destination of every child of God? അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഓരോ ദൈവമക്കളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്? It is not just to lead a born again life. ഒരു വീണ്ടും ജനിച്ച് അങ്ങനെ അങ്ങ് പോകാനുള്ള ഒരു ജീവിതം തുടർന്നു പോകാനല്ല. It is to be in the Father. പിതാവിൽ വസിക്കുവാൻ. It is to be in the bosom of the Father. പിതാവിന്റെ മടിയിൽ ഇരിക്കുവാൻ. Hallelujah. That is the purpose. Hallelujah. അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും. Because that's where sons are. Hallelujah. അവിടെയാണ് പുത്രന്മാർ ആയിരിക്കുന്നത്. Hallelujah. Thank you, Jesus. നന്ദി യേശുവേ. You know, in Genesis 3 verse 8. ഉൽപ്പത്തി 3:8. Adam and Eve had sinned.
ആദാമും ഹവ്വയും അവിടെ പാപം ചെയ്തിരിക്കുന്ന But when they heard the sound of the Lord walking in the garden, ദൈവത്തിന്റേതായ ആ ഒരു വചനം ആ തോട്ടത്തിൽ നടക്കുന്നതായ ശബ്ദം they കേട്ടപ്പോൾ hid themselves in the presence of God. അവര് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ഇരിക്കുവാൻ മടിച്ചു. And they hid and they covered themselves in the trees of the garden. അവരെ തന്നെ മറച്ച്, അതായത് വൃക്ഷങ്ങളുടെ ഇടയിൽ അവർ ഒളിച്ചതായി വചനം പറയുന്നു. All of us want to have a safe place. നമുക്ക് എല്ലാവർക്കും തന്നെ സുരക്ഷിതമായ ഒരു സ്ഥാനത്തിന് ആഗ്രഹമുണ്ട്. Adam, when he sinned, thought his safe place was those bushes. ആദം അവിടെ ആ ഒരു മരത്തിന്റേതായിട്ടുള്ള തണലിൽ ഒളിച്ചിരിക്കുന്നതായി കാണാം. In John 1 verse 18 it says, no one has seen God at any time. The only begotten son who is in the bosom of the Father, he has declared him. യോഹന്നാൻ 1:18 ഇങ്ങനെ പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. For Jesus the safest place was the bosom of his Father. യേശു എന്ന് പറയുന്നത് ഏറ്റവും സുരക്ഷിതമായ സ്ഥലമായ പിതാവിന്റെ മടിയിലായിരിക്കും. At the age of 12 he was in his father's house. 12ാമത്തെ വയസ്സിൽ അവൻ പിതാവിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്നതായി കാണാം. He said, I can't do anything but what the Father is showing me. എന്റെ പിതാവ് കാണിക്കുന്നതല്ലാതെ, പിതാവ് സംസാരിക്കുന്നതല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ലെന്ന് അവൻ പറയും. The words that I speak is my Father's words. ഞാൻ പറയുന്ന ഓരോ വാക്കുകളും എന്റെ പിതാവ് പറയുന്ന വാക്കുകളാണ്. The presence that I carry is my Father's presence. ഞാൻ വഹിക്കുന്ന ഓരോ സാന്നിധ്യവും എന്റെ പിതാവിന്റെ സാന്നിധ്യമാണ്. The power that I carry is the Spirit of God. ഞാൻ വഹിക്കുന്നതായ ശക്തി എന്ന് പറയുന്നത് ആത്മാവിന്റെ ശക്തിയാണ്. For Adam, we all have some safe place. നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു സുരക്ഷിതമായ ചില സ്ഥലങ്ങളുണ്ട്. Maybe it's the job that we carry. ചിലപ്പോൾ അത് നമ്മുടേതായിട്ടുള്ള ജോലിയായിരിക്കാം. Or it's the finances or a very mask that we keep. അല്ലെങ്കിൽ നമ്മുടേതായ ആ ഒരു സാമ്പത്തിക ഭദ്രതയായിരിക്കാം. But for Jesus, the safest place is the Father. എന്നാൽ യേശുവിന് ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എന്ന് പറയുന്നത് തന്റെ പിതാവിന്റെ സാന്നിധ്യമാണ്. Today, let us decide to be in the bosom of the Father. ഇന്ന് നാം തീരുമാനിച്ചാട്ടെ ആ പിതാവിന്റെ മടിയിൽ വസിക്കുവാൻ. I want every eye closed. എല്ലാ കണ്ണുകളും അടച്ചു. I want you to say, Lord, I want to be in your bosom. നിങ്ങൾ പിതാവിനോട് പറഞ്ഞാട്ടെ, പിതാവേ, അങ്ങയുടെ മടിയിൽ ആയിരിക്കുവാൻ ഞങ്ങൾ I want to keep my heart close to you. എന്റെ ഹൃദയം നിന്നോട് അടുത്തിരിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. That is the best place that I can be. പിതാവേ, അതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ആയിട്ടുള്ള സ്ഥലമെന്ന് ഞങ്ങൾ അറിയുന്നു. Not to be fearful and hide behind some bushes. കർത്താവേ, പേടി കൊണ്ട് ഏതെങ്കിലും ഒരു കുറ്റിക്കാട്ടിലോ വൃക്ഷത്തിന്റെ തണലിലോ ഒളിക്കുവാനല്ല. And for Adam, the Lord had to kill an animal and clothe him with the skin of that animal. അതിന് ദൈവത്തിന് ഒരു മൃഗത്തെ കൊല്ലുവാനും അതിൻ്റെതായ തോലുകൊണ്ട് അവരെ ഉടുപ്പിക്കേണ്ടതായ ഒരു ആവശ്യം വന്നു. And for each one of us, the Lamb of God has already died. നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ഇവിടെ കുഞ്ഞാട് മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. And now is the time to be in the bosom of the Father. ഇന്ന് നാം പിതാവിന്റെ മടിയിൽ അതുകൊണ്ട് ആയിരിക്കുവാൻ ഉള്ള സ്വാതന്ത്ര്യം. It is time to keep our hearts close to his heart. അവന്റേതായിട്ടുള്ള ആ ഹൃദയത്തിലേക്ക് അടുക്കുവാനുള്ള സമയമാണ്. Oh, I want to pray, hallelujah. ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. Oh, the Lord is setting some people free here now. ഇന്ന് ചിലരെ പിതാവ് സ്വതന്ത്രരാക്കുവാൻ He ആഗ്രഹിക്കുന്നു. is setting some people free. പിതാവ് ചിലരെ സ്വതന്ത്രരാക്കുവാൻ He ആഗ്രഹിക്കുന്നു. is wiping some tears, പിതാവ് hallelujah. ചിലരുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ He ആഗ്രഹിക്കുന്നു. is wiping some tears. പിതാവ് ചില കണ്ണുനീർ തുടയ്ക്കുവാൻ Maybe ആഗ്രഹിക്കുന്നു. what your earthly father and mother has done, the Lord is undoing that. നിങ്ങളുടേതായിട്ടുള്ള ഭൂമിയിലുള്ള പിതാവോ മാതാവോ അത് ചെയ്തിട്ടില്ലായിരിക്കും, എന്നാൽ സ്വർഗത്തിലെ പിതാവ് അത് ചെയ്യുവാൻ. Maybe you are missing your earthly father and mother. ഒരുപക്ഷെ നിങ്ങൾ ഭൂമിയിലെ പിതാവിനെയോ മാതാവിനെയോ നിങ്ങൾക്ക് മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. And the Lord is undoing everything. അതെല്ലാം ദൈവം, പിതാവായ ദൈവം The അഴിക്കുന്നു. Lord is filling, the Father is filling you with His presence. പിതാവ് തന്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെ നിറയ്ക്കുകയാണ്. Hallelujah. ഹല്ലേലൂയ. We want to invite the presence of God the Father. ദൈവത്തിന്റെ പിതാവായ ദൈവത്തിന്റെ സാന്നിധ്യത്തെ ഞങ്ങൾ ഇവിടെ Let us not be afraid of Him. നാം ഒരിക്കലും അവനെ ഭയപ്പെടരുത്. Because He is full of love. കാരണം അവൻ സ്നേഹത്തിലുള്ളവനാണ്. He is full of love. അവൻ സ്നേഹത്തിലുള്ളവനാണ്. He is pouring out love. അവൻ ആ സ്നേഹം വാരി He കോരിച്ചൊരിയുകയാണ്. is pouring out love. ആ സ്നേഹം വാരി കോരിച്ചൊരിയുകയാണ്. Oh, I want to pray. He is pouring out love today. ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു, പിതാവ് നിങ്ങളോട് സ്നേഹം വാരിക്കോരിച്ചൊരിയട്ടെ. Receive that love right now. ആ ഒരു സ്നേഹത്തെ നാം സ്വീകരിച്ചാട്ടെ. That infilling of the love of God. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു നിറവ്. Oh, pour out, Daddy. Pour out your love.
പിതാവേ ഞങ്ങളിൽ നിറച്ചാട്ടെ, Let it നിറച്ചാട്ടെ. overflow us. ഓ അത് നിറഞ്ഞ് കവിയട്ടെ, Let it overflow us, ഓ അത് Lord. നിറഞ്ഞ് കവിയട്ടെ. Oh, whatever you lack, hallelujah, that whatever you lack, hallelujah, that lack of love, God is pouring out. ഓ നിങ്ങൾ എന്തിനാണോ നിങ്ങൾക്കൊരു കുറവുള്ളത്, ആ കുറവിലേക്ക് പിതാവായ ദൈവത്തിന്റെ സ്നേഹം ഇപ്പോൾ He is wiping some rejections out today. ഓ ചില റിജക്ഷനുകളെ, ചില തിരസ്കരണത്തെ അവൻ അത് And മാറ്റുന്നു. He's saying, I'm accepting you. അവൻ പറയുന്നു ഞാൻ നിങ്ങളെ I'm സ്വീകരിക്കുന്നു, accepting you. ഞാൻ നിങ്ങളെ സ്വീകരിക്കുന്നു. He's hugging somebody. ചിലരെ അവൻ ആലിംഗനം He ചെയ്യുകയാണ്, is loving somebody. ചിലരെ അവൻ സ്നേഹിക്കുന്നു, He is wiping some tears. ചിലരുടെ കണ്ണുനീർ അവൻ He തുടയ്ക്കുന്നു, is healing somebody. ചിലരെ അവൻ From സൗഖ്യമാക്കുന്നു. your belly, He is healing you. നിങ്ങളുടേതായ ആ ഒരു ഉള്ളിൽ നിന്ന് അവൻ നിങ്ങളെ സൗഖ്യമാക്കും. From the depths of your heart, He is healing you. നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് അവൻ നിങ്ങളെ And He is pouring out His Holy Spirit. അവന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങളിലേക്ക് നിറയ്ക്കുന്നു. Hallelujah. ഹല്ലേലൂയ. Can you say the safest place is the presence of the Father? നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലം പിതാവിന്റെ സാന്നിധ്യമാണ്? I know when we say, we are thinking also about our earthly Father. നമുക്കറിയാം, നാം ഇതൊക്കെ പറയുമ്പോഴും നമുക്ക് പലപ്പോഴും നമ്മുടെ ഭൂമിയിലെ അപ്പനിലേക്ക് നമ്മുടെ മനസ്സ് പോകും. You know, we can have a distorted image of God the Father. പലപ്പോഴും പിതാവായ ദൈവത്തിനെ കുറിച്ചൊരു വളച്ചൊടിച്ച ഒരു സങ്കല്പം നമുക്ക് പലർക്കുമുണ്ട്. A father is I heard like this, a father is the most God-like thing a man can become. പിതാവ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഏറ്റവും പൂർണ്ണതയിലായിരിക്കുന്ന ഒരു ആണ്. It's the man's highest achievement. It's the man's highest achievement. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രാപിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പദവിയാണത്. Hallelujah. Hallelujah. But it is also true that our earthly fathers may have failed us. പലപ്പോഴും ഒരു സത്യമായ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഭൂമിയിലെ അപ്പന്മാരും നമ്മളെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം. And that can also become the same image of God the Father. അത് തന്നെ നമുക്ക് ആ പിതാവിനെ കുറിച്ചുള്ള സങ്കല്പമായി വരാം. When I was thinking about this, ഞാൻ ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ many times we'd say, I have heard people say, my earthly father he's not perfect. പലപ്പോഴും പല ആൾക്കാരും പറയുന്നതാണ് ഞാൻ കേട്ടിട്ടുണ്ട്, എൻ്റെ ഭൂമിയിലെ അപ്പൻ അത്ര പെർഫെക്റ്റ് അല്ല, പൂർണ്ണതയുള്ള ആളല്ല. And the same holds to me, but more than that, I think as a son, as an earthly son, I am not perfect either. അത് എന്നിലും അതുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കാര്യം, ഒരു പുത്രൻ എന്ന രീതിയിലും നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല. My father was a good man. എൻ്റെ പിതാവ് ഒരു നല്ല മനുഷ്യനായിരുന്നു. We were all in Kuwait in the initial days of in the initial years of my life. എൻ്റെ ആദ്യകാലങ്ങളിൽ In the initial years of my life, I was in Kuwait. ആദ്യ വർഷങ്ങളിൽ ഞാൻ കുവൈറ്റ് എന്ന രാജ്യത്തായിരുന്നു. It seems like she's hearing it for the first time. So after the Gulf War, we came back. ഗൾഫിലുണ്ടായ ആ യുദ്ധത്തിന് ശേഷം ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. And after that, my father went back to the Gulf. അതിനുശേഷം എൻ്റെ പിതാവ് ഒറ്റയ്ക്ക് കുവൈറ്റിലേക്ക് മടങ്ങിപ്പോയി. So every year he would come. അപ്പോൾ എല്ലാ വർഷവും അദ്ദേഹം വരുമായിരുന്നു. And we would have 1 month in the presence of our father. ഞങ്ങൾക്ക് എപ്പോഴും ഒരു മാസത്തെ ഒരു അവധി ഉണ്ടായിരുന്നു പിതാവിനോടൊപ്പം. And when he returns, he would he would usually return from the Trivandrum airport. സാധാരണയായി അദ്ദേഹം തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നാണ് തിരിച്ചു പോകുന്നത്. And on the day before, we would come, take a room here, and we will enjoy the place. And the next day, it's all crying. He has to leave. ഞങ്ങൾ അതിൻ്റെ തലേദിവസം തന്നെ തിരുവനന്തപുരത്ത് ഒരു റൂമൊക്കെ എടുത്ത് ഞങ്ങൾ ഒരു നല്ല ഫാമിലി കുടുംബമായിട്ട് സമയം ചെലവഴിച്ച ശേഷം പിറ്റേ ദിവസം വളരെ വിഷമത്തോടെ അദ്ദേഹത്തെ യാത്ര അയക്കുമായിരുന്നു. I used to hear my mom say, "അച്ചായൻ പോയിട്ട് എഴുത്തൊക്കെ അയക്കണേ." അപ്പോൾ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ അമ്മ എൻ്റെ പിതാവിനോട് പറയുന്ന, അച്ചായ എഴുത്തൊക്കെ അയക്കണേ. And so one time, I think it was in the year 95 or 95, 94, 95, I don't remember exact year. 1995 ആണെന്ന് തോന്നുന്നു ആ ഒരു വർഷം. And my father came down. എൻ്റെ പിതാവ് നാട്ടിലേക്ക് വന്നു. And he had some checkups. അദ്ദേഹത്തിന് ചില ചെക്കപ്സ് ഉണ്ടായിരുന്നു. And the doctor said my father has a block in his heart. ഡോക്ടർ പറഞ്ഞു എൻ്റെ പിതാവിൻ്റെ ഹൃദയത്തിൽ ചില ബ്ലോക്കുകൾ ഉണ്ടെന്ന്. And so the doctor said that you need to do a surgery. അപ്പോൾ ഡോക്ടർ ഒരു സർജറിക്കായിട്ട് ആവശ്യപ്പെട്ടു. My father said that I have come for my elder brother's admission, so he said that I have just a few days left, so I would go back and maybe come after 6 or 9 months and I'll do the surgery.
അപ്പോൾ എൻ്റെ പിതാവ് അവിടെ ഒരു തീരുമാനമെടുത്തു. കാരണം എൻ്റെ എൽഡർ ബ്രദറിന് ഒരു അഡ്മിഷൻ്റെ സംബന്ധിച്ച് ഇനിയും വരുവാനുണ്ട്. അപ്പോൾ ആ സമയത്ത് വരുവാം എന്നുള്ള ഒരു തീരുമാനമെടുത്തു. So my mom was upset because she didn't want to leave him without the surgery being done. അപ്പോൾ എൻ്റെ അമ്മ വളരെ പ്രയാസത്തിലായ കാര്യം ഒരു സർജറിക്ക് ശേഷം അദ്ദേഹത്തെ മടക്കി അയക്കണമെന്ന് അമ്മ ആഗ്രഹിച്ചു. But my father was adamant that he wanted to go back. പക്ഷേ എൻ്റെ പിതാവ് അവിടെ വളരെ നിർബന്ധം പിടിച്ചു എനിക്ക് തിരിച്ചു പോകണമെന്ന്. And as usual, we came, to Trivandrum on the day before. സാധാരണ പോലെ ഞങ്ങൾ തലേ ദിവസം തിരുവനന്തപുരത്ത് വന്നു. And the next day, the morning flight that he had to leave. അന്നത്തെ ആ രാവിലത്തെ പ്രഭാതത്തിലുള്ള ഫ്ലൈറ്റിലായിരുന്നു അദ്ദേഹത്തിന് So തിരിച്ചു before going to the airport, we went to a very small hotel. ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ഒരു ചെറിയ ഒരു ഹോട്ടലിൽ പോയി. And I don't know what happened to me on that day. എന്തു പറ്റിയെന്ന് എനിക്കറിയത്തില്ല എനിക്ക്. And there was only dosha at that restaurant. ആ ഒരു ചെറിയ റെസ്റ്റോറൻറ്റിൽ ദോശ മാത്രമേ ഉള്ളായിരുന്നു. And I said, it was a very small restaurant. And I said, I told the guy I wanted porota. Malayalis, I'm sorry. അതൊരു ചെറിയ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു എനിക്ക് പൊറോട്ട മതി. And my father said, കിട്ടിയത് കഴിക്ക്. And I just said, no, I need porota. അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് പൊറോട്ട വേണം. So my rebellion, I was probably in 8th standard or something. In my rebellion, I refused to eat. എൻ്റെതായ ഒരു നിർബന്ധ ബുദ്ധിയിൽ ഞാൻ അത് കഴിക്കുവാൻ തയ്യാറായില്ല. ഞാനൊരു 8ാം ക്ലാസ്സിലായിരുന്നു. And my father, he's a little tough, but on that day he was very gentle. സാധാരണ എൻ്റെ ഫാദർ കുറച്ച് ടഫാണ്, പക്ഷെ അന്ന് വളരെ സൗമ്യനായി കാണപ്പെട്ടു. And he asked me a few times to eat it. കുറേ പ്രാവശ്യം എന്നോട് പറഞ്ഞു ഇത് കഴിക്കാൻ. But I didn't do it. എന്നാൽ ഞാൻ അത് ചെയ്തില്ല. And I believe that, I'm not a perfect son either. ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു, ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള പുത്രനല്ല. And my father went back. അങ്ങനെ എൻ്റെ പിതാവ് തിരിച്ചു പോയി. And when he wrote a letter to my mom. അദ്ദേഹം അവിടെ ഒരു കത്ത് എൻ്റെ അമ്മയ്ക്ക് അയച്ചു. And he said, ടിബിയോട് പറയണം എനിക്ക് ഭയങ്കര വിഷമമായെന്ന്. And I read it. ഞാനത് വായിച്ചു. And within 2 weeks, my father died of a heart attack. അതിനുശേഷം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ പിതാവ് ഒരു ഹാർട്ട് അറ്റാക്ക് മൂലം. And when they brought his body back. അങ്ങനെ അവർ അദ്ദേഹത്തിൻ്റെതായ ഭൗതിക ശരീരം ഭവനത്തിലേക്ക് കൊണ്ടുവന്നു. I grabbed his body and said, Daddy, get up, tell me one more instruction. And I felt that, Lord, that I had messed up as an earthly son. And I refused to forgive myself for many years. പലപ്പോഴും ഞാൻ അതിന് ക്ഷമിക്കുവാനായിട്ട് എന്നോട് തന്നെ ക്ഷമിക്കുവാനായിട്ട് ഞാൻ അത് നിരസിക്കും. I lived in that pain for so many years. പല വർഷങ്ങളായിട്ട് ഞാൻ ആ വേദനയിൽ ജീവിച്ചു. Thinking, God, I messed up my earthly father's love. ഇത് തന്നെ ചിന്തിച്ചു, എൻ്റെ ഭൂമിയിലെ പിതാവിനുമായിട്ട് ഞാൻ മെസ്റ്റപ്പ് ആയല്ലോ എന്ന് ഓർത്ത്. And every year I used to see a dream of him. എല്ലാ വർഷവും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് സ്വപ്നം കാണുമായിരുന്നു. I came to the Lord. ഞാൻ യേശുവിലേക്ക് വന്നു. But still I was not healed. എന്നിട്ടും തന്നെ ഞാൻ സൗഖ്യമായില്ല. And many years went by. I used to see a dream, and the dream that my father is coming and living with us. ഞാൻ പിന്നെയും ഈ സ്വപ്നം കാണുമായിരുന്നു. ആ സ്വപ്നത്തിലൊക്കെയും എൻ്റെ പിതാവ് വീണ്ടും വന്ന് ഞങ്ങളോട് വസിക്കുന്നതായിട്ട്. I used to enjoy seeing that dream because I wanted my father coming back. ഞാൻ എപ്പോഴും ആ സ്വപ്നം കണ്ട് സന്തോഷിക്കുമായിരുന്നു. കാരണം എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം എന്ന് പറഞ്ഞ പിതാവ് തിരിച്ചു വരണമെന്നായിരുന്നു. And in 2018, one day one middle of the night, I got up. 2018 ഒരു രാത്രിയുടെ മധ്യത്തിൽ ഞാൻ എഴുന്നേറ്റു. And I began to cry. ഞാൻ അവിടെ കരയുവാൻ തുടങ്ങി. And I said, Lord, I bid goodbye to my earthly daddy. ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ എൻ്റെ ഭൂമിയിലെ അപ്പനോട് ഗുഡ് ബൈ പറയുക. I said, tell him goodbye. ഞാൻ അപ്പോൾ എൻ്റെ ഭൂമിയിലെ അപ്പനോട് പറഞ്ഞു ഗുഡ് ബൈ. Because now I have my heavenly father. കാരണം ഇപ്പോൾ എനിക്ക് സ്വർഗ്ഗത്തിലെ പിതാവുണ്ട്. Who is much better than my earthly father. എല്ലാവരെക്കാളും ഏത് പിതാവിനേക്കാളും ശ്രേഷ്ഠനായ ഒരു പിതാവ്. Until that time I refused to call my heavenly father as daddy, but on that day I had a breakthrough and I began to call him as daddy. ആ സമയം വരെ എൻ്റെ സ്വർഗ്ഗത്തിലെ പിതാവിനെ ഡാഡി എന്ന് വിളിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. അന്നു മുതൽ എനിക്ക് ഡാഡി എന്ന് വിളിക്കുവാനുള്ള Because I felt that was something special I can't give to somebody. അതായിരുന്നു നമുക്ക് സ്പെഷ്യലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. But on that day the Lord just healed me.
ആ ദിവസം മുതൽ ദൈവം എന്നെ സൗഖ്യമാക്കി. And I did not see any more dream after that day. അതിനുശേഷം ഞാൻ എൻ്റെ പിതാവുമായി സംബന്ധിച്ചിട്ടുള്ള ഒരു സ്വപ്നവും കണ്ടിട്ടില്ല. When our earthly fathers are absent, many think that God is not interested in our lives. നാം പലപ്പോഴും നമ്മുടേതായ ഭൂമിയിലെ അപ്പന്മാർ അവരുടെ സാന്നിധ്യം ഇല്ലാതെ വരുമ്പോൾ നാം ചിന്തിക്കും നമ്മുടെ സ്വർഗത്തിലെ പിതാവും അങ്ങനെ ആയിരിക്കും. When our earthly fathers are busy, we think God is also busy. നമ്മുടെ ഭൂമിയിലെ അപ്പൻ ഭയങ്കര തിരക്കുള്ള മനുഷ്യനായി കാണപ്പെട്ടാൽ നമ്മൾ വിചാരിക്കും സ്വർഗത്തിലെ പിതാവും അങ്ങനെയാണ്. When our earthly father is not expressive, we can struggle to receive God's love. നമ്മുടെ ഭൂമിയിലെ അപ്പൻ സ്നേഹം അത് പ്രകടമാക്കുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മുടെ സ്വർഗത്തിലെ അപ്പനും സ്നേഹം പ്രകടമാക്കത്തില്ല. When our earthly fathers are abusive, we may think God is also very angry. നമ്മുടെ ഭൂമിയിലെ അപ്പൻ നമ്മളെ ഉപദ്രവിക്കുകയാണെങ്കിലും നാം ആ രീതിയിൽ ചിന്തിക്കും നമ്മുടെ സ്വർഗത്തിലെ അപ്പനും അങ്ങനെയാണ്. We can have a distorted image. നമുക്ക് എല്ലാവർക്കും ഒരു വളച്ചൊടച്ചതായിട്ടുള്ള ഒരു സങ്കല്പം പിതാവിനെ കുറിച്ച് That is വരും. not true. അതല്ല സത്യം. What is the truth? അത് സത്യമല്ല. The truth is He gave His begotten Son. ആ സത്യം എന്ന് പറഞ്ഞവൻ തന്റെ ഏകജാതനായ പുത്രനെ തന്നു. Full of love and truth. പൂർണ്ണതയിൽ സ്നേഹത്തിലുള്ളവനെ. The enemy brings lie and he wants to live in that lie. പലപ്പോഴും ശത്രു നമുക്ക് ആ ഒരു നുണ പറഞ്ഞ് ആ നുണയിൽ ജീവിപ്പിക്കുവാൻ ആഗ്രഹിക്കുക. Today the Holy Spirit wants to release the truth of God the Father. ഇന്ന് പരിശുദ്ധാത്മാവ് പിതാവായ ദൈവത്തിനെ കുറിച്ചുള്ള സത്യം നിങ്ങളുടെ ഇടയിലേക്ക് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. I want every eye closed. എല്ലാ കണ്ണുകളും The അടച്ചുകൊണ്ട് Holy Spirit is going to break some lies. പരിശുദ്ധാത്മാവ് ചില നുണകളെ പൊട്ടിക്കാൻ പോകുന്നു. I want to say the Father is always available for you. ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു പിതാവ് എപ്പോഴും 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 നിങ്ങൾക്ക് വേണ്ടി ഉള്ളവനാണ്. It doesn't matter whether your earthly father and mother is available for you. The heavenly Father is always available. അപ്പൻ എപ്പോഴും ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, എന്നാൽ സ്വർഗത്തിലെ അപ്പൻ എപ്പോഴും എപ്പോഴും ഉണ്ട്. Hallelujah. Hallelujah. Your earthly father might be busy, but your heavenly Father has time for you. ഒരുപക്ഷെ നിങ്ങളുടെ ഭൂമിയിലെ അപ്പൻ തിരക്കുള്ള മനുഷ്യനായിരിക്കെ, എന്നാൽ ഞാൻ പറയട്ടെ സ്വർഗത്തിലെ പിതാവിന് നിങ്ങൾക്ക് വേണ്ടി തരുവാൻ സമയമുണ്ട്. He has lots of time for you. അവൻ ഒരുപാട് സമയം നിങ്ങൾക്ക് വേണ്ടിയുണ്ട്. Your earthly father might not be expressive. ഒരുപക്ഷെ നിങ്ങളുടെ ഭൂമിയിലെ അപ്പൻ നിങ്ങളോട് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു അപ്പനല്ലായിരിക്കാം. But this heavenly Father, He is full of action that He wants to hug you. He wants to kiss you. എന്നാൽ സ്വർഗത്തിലെ പിതാവ് പ്രവൃത്തിയുള്ള ഒരു പിതാവാണ്. അവൻ നിങ്ങളെ കെട്ടിപ്പുണരുവാൻ ആഗ്രഹിക്കുന്നു. അവൻ നിങ്ങളെ സ്നേഹിക്കുവാൻ ആഗ്രഹിക്കുന്നു. Your earthly father may not smile, but your heavenly Father is full of joy. ഒരുപക്ഷെ നിങ്ങളുടെ ഭൂമിയിലെ അപ്പൻ ഒരു സന്തോഷമില്ലായിരിക്കാം, സന്തോഷം തരുന്നവനല്ലായിരിക്കാം, എന്നാൽ സ്വർഗത്തിലെ അപ്പൻ സന്തോഷം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുന്നവനാണ്. Your earthly father may have spoken lies, but your heavenly Father is full. He is full of truth. ഭൂമിയിലെ അപ്പൻ ചിലപ്പോൾ നിങ്ങളോട് കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, എന്നാൽ ഞാൻ പറയട്ടെ സ്വർഗത്തിലെ അപ്പൻ പൂർണ്ണമായും സത്യവാനാണ്. Oh, hallelujah. He is breaking, the Holy Spirit is breaking the lie of every evil spirit. പരിശുദ്ധാത്മാവ് ആ ദുഷ്ടന്റേതായിട്ടുള്ള ചില നുണകളെ ഇവിടെ തകർക്കുന്നു. Your earthly father might be quick to angry, but your heavenly Father is slow. He is very slow to be angry. നിങ്ങളുടെ ഭൂമിയിലെ അപ്പൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരാളായിരിക്കാം, എന്നാൽ സ്വർഗത്തിലെ പിതാവ് അവൻ വളരെ ശാന്തശീലനാണ്. I sense the Holy Spirit say that some of your earthly father may not be good listeners, but the heavenly Father, He is a good listener. ഞാൻ പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഇടപെടുന്നു, നിങ്ങളുടെ ഭൂമിയിലെ അപ്പൻ ഒരു നല്ല കേൾക്കുന്ന വ്യക്തിയല്ലായിരിക്കാം, എന്നാൽ ഞാൻ പറയട്ടെ സ്വർഗത്തിലെ പിതാവ് നിങ്ങൾ പറയുന്നതൊക്കെയും കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. Thank you, Jesus. നന്ദി യേശുവേ. Thank you, Jesus. നന്ദി യേശുവേ. Thank you. Your heavenly Father is a Father who is an expressive Father. സ്വർഗത്തിലെ പിതാവ് സ്നേഹത്തെ പ്രകടിപ്പിക്കുന്ന. Say that He is an expressive Father. നിങ്ങൾ പറഞ്ഞാട്ടെ എൻ്റെ പിതാവ് എന്നോട് പ്രകടിപ്പിക്കുന്ന. You know, that image that your heavenly Father and earthly Father, there might be a difference here, but the truth is your heavenly Father is an expressive Father. നിങ്ങൾക്കറിയാം നമ്മുടേതായ സങ്കല്പത്തിൽ ഈ സ്വർഗത്തിലെ പിതാവും ഭൂമിയിലെ അപ്പനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ടായിരിക്കും, എന്നാൽ സ്വർഗത്തിലെ പിതാവ് സ്നേഹം മുഴുവനായി പ്രകടിപ്പിക്കുന്നവനാണ്. 1 John 3 verse 1. 1 യോഹന്നാൻ 3:1. It says, behold what manner of love that we Father has bestowed on us, that we should be called the children of God. The world does not know us because it did not know Him. കാൺമീൻ നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായകൊണ്ട് നമ്മെയും അറിയുന്നില്ല. Hallelujah.
Do you know that we are orphans without God? നിങ്ങൾക്കറിയാമോ ദൈവമില്ലാതെ നാം എല്ലാവരും അനാഥരാണെന്ന്? We are orphans without God. നാം എല്ലാവരും ദൈവമില്ലാതെ നാം അനാഥരാണ്. Before you becoming born again, we were all orphans. We did not have a heavenly Father. നാം എല്ലാം വീണ്ടും ജനിക്കുന്നതിന് മുമ്പ് നാം എല്ലാവരും അനാഥരാണ്. നമുക്കൊരു സ്വർഗത്തിലെ ഒരു പിതാവില്ലായിരുന്നു. But what is this manner of love that we should be called the children of God? എന്നാൽ എന്താണ് നാം ദൈവ മക്കളെന്ന് വിളിക്കുവാനായിട്ട് ദൈവം ചൊരിഞ്ഞ ഈ സ്നേഹം? Adam, even though he was a son of God, because he hid in the bushes and he was afraid of God, had carried an orphan spirit. ആദം ദൈവത്തിന്റെ പുത്രനെന്നാണ് വിളിക്കപ്പെടുന്നത്. അവൻ ദൈവത്തിന്റെ പുത്രനെന്ന് അറിയാമായിരുന്നെങ്കിലും അവന്റെ പാപം മൂലം അവൻ ആ ഒരു കുറ്റിക്കാട്ടിൽ അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ തണൽ ഒളിച്ചിരിക്കേണ്ടി വന്നു. God takes away the orphan spirit and he pours out the spirit of sonship. അവിടെ ആ ഒരു അനാഥത്വത്തിൻ്റെതായിട്ടുള്ള ആത്മാവിനെ മാറ്റി അവിടെ പുത്രത്വത്തിന്റെ ആത്മാവിനെ തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. Galatians 4:6-7 says, because your son God has sent forth the spirit of his son into your hearts, crying out, Abba, Father. ഗലാത്യർ 4:6 ഇങ്ങനെ പറയുന്നു, ദൈവം പിതാവാ, നിങ്ങൾ മക്കൾ ആകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ. Do you know that Jesus cried out, Abba, Father? നിങ്ങൾക്കറിയാമോ യേശു അബ്ബാ പിതാവേ എന്ന് വിളിച്ചാണ് കരഞ്ഞത്. The one that sat in the bosom of the Father. അതായത് പിതാവിന്റേതായ മടിയിൽ ഇരുന്നവനായ ദൈവം അബ്ബാ പിതാവേ എന്ന് വിളിച്ചു കരഞ്ഞു. We are no less. God has put that same spirit that we can cry out, Abba, Father. നമ്മൾ അവനേക്കാളും ഒട്ടും ചെറിയവരല്ല. നമുക്കും ദൈവം തന്നിരിക്കുന്ന അതേ ആത്മാവാണ് അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന. Hallelujah. 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 There is a spirit of sonship. ഇവിടെ പുത്രത്വത്തിൻ്റെതായ ഒരു ആത്മാവ് ഇവിടെ വ്യാപരിക്കുന്നു. Hallelujah. Hallelujah. And the Holy Spirit wants to pour out, the God wants to pour out the Holy Spirit into our lives. ദൈവം ഇവിടെ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നിറയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. If you want to cry out and say this, I want to be filled in the spirit of sonship. നിങ്ങൾ കർത്താവിനോട് കരഞ്ഞുകൊണ്ട് പിതാവിനോട് കരഞ്ഞുകൊണ്ട് അബ്ബാ പിതാവേ എന്ന് വിളിച്ച് എനിക്ക് ഈ പുത്രത്തിന്റെ ആത്മാവിനെ വേണമെന്ന് പറഞ്ഞാട്ടെ. നിങ്ങളൊന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളിലുള്ള ചില കെട്ടുകളൊക്കെ ഇന്ന് കർത്താവ് പൊട്ടിക്കുക. ആമേൻ. Abba, Father, Abba, Pidave, hallelujah. Just whatever you call him, Daddy or what, Appa or Acha, whatever is that, call it out, call it out, call it out, call it out, hallelujah, call it out, hallelujah, call it out, Abba, Daddy, Daddy, Daddy is here. Oh, നമ്മുടെ Daddy is here, hallelujah. The Father is here, the Daddy, Daddy, Daddy. ഓ പിതാവിടെ ഉണ്ട്, വിളിച്ചാട്ടെ എന്തൊക്കെയാണോ നിങ്ങൾ വിളിക്കുവാൻ ആഗ്രഹിക്കുന്ന അപ്പ അച്ഛ പിതാവ് whatever എന്ത് തന്നെ ആകട്ടെ നിങ്ങൾ വിളിച്ചാട്ടെ. ഹല്ലേലൂയ. വിളിച്ചാട്ടെ. Call him out. അബ്ബാ. That is the spirit of sonship. He is pouring it out into you. ഇവിടെ ഒരു കീഴ്പ്പെടലിന്റെ ആത്മാവ് ദൈവം നമ്മളിലേക്ക് അയക്കുകയാണ്. Hallelujah. Hallelujah. Thank you Jesus. Thank you Lord. നന്ദി യേശുവേ. God the Father is an expressive Father. പിതാവായ ദൈവം നമ്മളോട് സ്നേഹം പ്രകടിപ്പിക്കുന്നതായ ഒരു ദൈവമാണ്. How does he express his love? എങ്ങനെയാണ് അവന് സ്നേഹത്തെ പ്രകടിപ്പിക്കുന്നത്? God's word. I want you to look at, if you have the Bible, just take your Bible. നിങ്ങളുടെ ബൈബിൾ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അത് തുറന്നാട്ടെ. I want you to change how you look at the Bible. നിങ്ങൾ ഈ വചനത്തെ കാണുന്നതായിട്ടുള്ള രീതി മാറുവാൻ ഞാൻ. Many of us look at the Bible as God's word. That is true. പലരും ഇത് ദൈവത്തിന്റെ വചനമായിട്ട് കാണുന്നു, അത് സത്യമാണ്. But I want you to look at it a different perspective. ഒരു വേറൊരു വീക്ഷണത്തിൽ ഇത് കാണുവാൻ ഞാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നു. This is my Father's word. ഇത് എൻ്റെ പിതാവിൻ്റെതായിട്ടുള്ള. How many of you, Father, you speak words in your home? എത്ര പിതാക്കന്മാർ നിങ്ങളുടേതായ ഭവനത്തിൽ fathers that speak word, fathers, mothers that speak word in your home, you speak words. വാക്കുകളെ സംസാരിക്കുന്ന പിതാവും മാതാവും ഒക്കെ നമ്മുടെ ഭവനത്തിലില്ലേ? In the same way, this is the Father's word. അതുപോലെ തന്നെ ഇത് പിതാവിൻ്റെതായിട്ടുള്ള വാക്കുകളാണ്. And when I take the book of, say if I take the first book of Genesis chapter 1, ഉദാഹരണത്തിന് ഉൽപ്പത്തിയുടെ 1 ഞാൻ എടുത്ത് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. In the beginning God created the heavens and the earth. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. You can think, in the beginning my Father created the heaven and the earth. നിങ്ങൾക്ക് ഇങ്ങനെ ചിന്തിക്കാം, ആദിയിൽ എൻ്റെ പിതാവ് എൻ്റെ അപ്പ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു.
എൻ്റെ ഹല്ലേലൂയ വല്ലവൻ്റെ അല്ല എൻ്റെ മൈ ഫാദർ. ഹല്ലേലൂയ പറഞ്ഞ് in the beginning my father created the heaven and the earth. ആദിയിൽ എൻ്റെ അപ്പൻ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആദിയിൽ എൻ്റെ ഡാഡി എൻ്റെ അപ്പ created the heavens and the earth. God's word is a father's word to us. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് പിതാവിൻ്റെതായിട്ടുള്ള നമ്മളോടുള്ള വചനമാണ്. God wants to speak to each one of us. പിതാവായ ദൈവം നമ്മൾ ഓരോരുത്തരോടും സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Hallelujah. Hallelujah. Our Father wants us to hear His voice. നമ്മുടേതായ നമ്മുടെ പിതാവ് നമ്മുടെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു. Every earthly child has a right to hear the voice of their father and mother. എല്ലാ കുഞ്ഞുങ്ങൾക്കും അവരുടെ അപ്പന്റെയും അമ്മയുടെയും വാക്കുകൾ കേൾക്കുവാൻ ഒരു അവകാശമുണ്ട്. And every child of God has a right to hear the heavenly Father's voice. അതുപോലെ തന്നെ ഓരോ ദൈവമക്കൾക്കും പിതാവായ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനുള്ള അവകാശമുണ്ട്. You know, Adam was the son of God, but nowhere in the Bible he calls God Father. ആദം ദൈവത്തിൻ്റെതായിട്ടുള്ള പുത്രനായിരുന്നു, എന്നാൽ ഒരിക്കലും വചനത്തിലെങ്ങും ആദാം പിതാവേ എന്ന് വിളിക്കുന്നത് നാം കാണുന്നില്ല. Jesus called his father Abba Father. എന്നാൽ യേശു പിതാവിനെ അബ്ബാ പിതാവേ എന്ന് വിളിച്ചു. He said in Mark 14 verse 36, Abba Father, all things are possible for you. Take this cup away from me, nevertheless not what I will but what you will. മർക്കോസ് 14 ഇങ്ങനെ പറഞ്ഞു, എല്ലാം നിന്നാൽ സാധ്യമെന്നാൽ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എടുക്കണമേ എന്ന്. Hallelujah. So we have to talk to God and allow God to speak to us. അതുകൊണ്ട് നാം ദൈവത്തോട് സംസാരിക്കുകയും ദൈവം നമ്മളോട് സംസാരിക്കുവാനും അനുവദിക്കണം. Hearing God's voice is an expression of God's love. ദൈവത്തിൻ്റെതായ ശബ്ദം കേൾക്കുക എന്നുള്ളത് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഒരു പ്രകടനമാണ്. Today I want every eye closed. I believe sitting here you're going to hear the voice of the Father. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ ശബ്ദം, പിതാവിന്റെ ശബ്ദം കേൾക്കുമെന്ന്. I want every eye closed. എല്ലാ കണ്ണുകളും അടച്ചാട്ടെ. Just allow the Father to talk to you. പിതാവായ ദൈവം നമ്മളോട് സംസാരിക്കുവാൻ അനുവദിച്ചാട്ടെ. I want to remind you that ഇത് നിങ്ങളുടെ അവകാശമാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ഓർമ്മിപ്പിക്കുന്നു, ഇത് നമ്മുടെ അവകാശമാണ്. മക്കൾ എന്ന നിലയിൽ അപ്പന്റെ സ്വരം കേൾക്കാൻ മക്കൾക്ക് അവകാശമുണ്ട്. ആമേൻ. അപ്പന്റെ സ്വരം കേട്ടാട്ട്, അപ്പന്റെ സ്വരം കേട്ടാട്ട്, നിങ്ങൾ കേട്ടാട്ട്. അപ്പന്റെ സ്വരം കേൾക്കാൻ ഒരു പ്രവാചകന്റെ അടുത്തോ പാസ്റ്ററിന്റെ അടുത്തോ പോകേണ്ട കാര്യമില്ല. അപ്പന് നേരിട്ട് സംസാരിക്കാൻ അവകാശമുണ്ട്. മധ്യസ്ഥ വേണ്ട. ചിലവരെ ദൈവം കെട്ടിപ്പിടിക്കുന്നു, ചിലവരെ ദൈവം കെട്ടിപ്പിടിക്കുന്നു. ഞാനൊരു ഇമ്പാർട്ടേഷന് പ്രാർത്ഥിക്കാൻ പോവാ. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ നിങ്ങളുടെ അപ്പൻ്റെ സ്വരം കേൾക്കണം. നിങ്ങൾക്ക് കേട്ടിട്ടില്ല ഇതുവരെ, എന്നാൽ എനിക്ക് കേൾക്കണം. അല്ലെങ്കിൽ നിങ്ങൾ കേട്ടു പക്ഷേ ഇത് കൂടുതൽ നിങ്ങൾ കേൾക്കണം. You can just come to the front. I'm going to pray and impart something to this church. അപ്പൻ്റെ സ്വരം, ഞാൻ ഒരു കാര്യം പറയാം, അപ്പൻ്റെ സ്വരം കേൾക്കാൻ ദൈവമക്കൾക്ക് അവകാശമുണ്ട്. ഹല്ലേലൂയ. അപ്പൻ്റെ സ്വരം കേൾക്കാൻ ദൈവമക്കൾക്ക് ഇന്നലെ വരെ കേട്ടതല്ല, അടുത്ത ലെവലിൽ കേൾക്കാൻ ഒരു അവകാശമുണ്ട്. ഹല്ലേലൂയ. അപ്പൻ്റെ സ്വരം കേൾക്കാൻ വേറെ ആരുടെ അല്ല ഞാൻ പറയുന്ന, ഒരു പാസ്റ്ററിന്റെ സ്വരമോ പ്രോഫറ്റിന്റെ സ്വരമോ അല്ല, അപ്പന്റെ സ്വരം. ഈ സ്വർഗത്തിലെ അപ്പന്റെ സ്വരം കേൾക്കാൻ കേൾക്കട്ടെ കർത്താവേ. Lord, I impart to them that they would hear the voice of God. ചിലവരെയൊക്കെ കർത്താവ് സൗഖ്യമാക്കും. അപ്പന്റെ സ്വരം കേൾക്കാൻ തുടങ്ങണമേ എല്ലാവരെയും കർത്താവ്. അപ്പന്റെ സ്വരം, അപ്പന്റെ സ്വരം, അപ്പന്റെ സ്വരം.
അപ്പന്റെ സ്വരം, അപ്പന്റെ സ്വരം, ഓ അപ്പന്റെ സ്വരം. ഇമ്പാർട്ട് ലോർഡ്. അടുത്ത ലെവലിൽ, അടുത്ത ലെവൽ, അടുത്ത ലെവൽ, അടുത്ത ലെവലിൽ. ചിലവരോടൊക്കെ കർത്താവ് സ്നേഹം എക്സ്പ്രസ് ചെയ്ത് നിങ്ങളെ കെട്ടിപ്പിടിച്ച, ചിലവരെയൊക്കെ കർത്താവ് കണ്ണുനീര് തുടച്ച്, impart Lord, impart. കേക്കട്ടെ, കേക്കട്ടെ, impart Lord. Let them hear. Now, 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 hear. Let them hear. Let them hear. Let them hear. Now, hear. ചിലരോട് ദൈവം പറയുക, യു ആർ സോ പ്രഷ്യസ്. മോനെ, മോളെ, യു ആർ സോ പ്രഷ്യസ്. നിങ്ങളുടെ ഭർത്താക്കന്മാരോ ഭാര്യമാർക്ക് ചിലപ്പോൾ നിങ്ങൾ they may not say this, പക്ഷേ പിതാവ് പറയുക, യു ആർ സോ പ്രഷ്യസ് ഇൻ മൈ സൈറ്റ്. വേർഡ്സ് ഓഫ് അഫർമേഷൻ. പിതാവ് പറയുക, ഞാൻ നിന്നെ ഒത്തിരി സ്നേഹിച്ചു. ഐ ഹവ് ഓണേർഡ് യു. വേർഡ്സ് ഓഫ് അഫർമേഷൻ. പിശാച് പറഞ്ഞത്, മനുഷ്യൻ പറഞ്ഞ എല്ലാ നെഗറ്റീവ് വേർഡും കർത്താവ് അങ്ങ് തേച്ച് മായ്ച്ചു കളയുക. മൂവിങ് ഇറ്റ്. എവ്രി നെഗറ്റീവ് വേർഡ്, എല്ലാം എല്ലാം എവ്രിതിങ് അവ മാറ്റുക. എവ്രി നെഗറ്റീവ് വേർഡ് ദാറ്റ് ഈസ് സ്പോക്കൺ, ദാറ്റ് ഈസ് ടേക്കിംഗ്, നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിന്ന് മാറ്റുന്ന എല്ലാ നെഗറ്റീവ് വേർഡും കർത്താവ് മാറ്റുക. അവ മാറ്റട്ടെ, മാറ്റട്ടെ, മാറ്റട്ടെ. വെക്കല്ലേ, എല്ലാം അപ്പന് കൊടുത്തോ. കൊടുത്താട്ടെ, കൊടുത്താട്ടെ, മൊത്തത്തിൽ കൊടുത്താട്ടെ. ഓ, കൊടുത്താട്ടെ. ചിലരോട് കർത്താവ് ദൈവം ഓർപ്പിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭൂമിയിലെ അപ്പനോട് ക്ഷമിക്കണോ, അല്ലെങ്കിൽ ഭൂമിയിലെ അമ്മയോട് ക്ഷമിക്കണോ. ക്ഷമിച്ചാട്ട്, പിടിച്ചു വയ്ക്കല്ലേ. ക്ഷമിച്ചാട്ട്, ക്ഷമിച്ചാട്ട്. ഹല്ലേലൂയ. ക്ഷമിച്ചാട്ട്. ഹല്ലേലൂയ. ഇന്ന് പിടിച്ചു വെക്കരുത്, ഇന്ന് പിടിച്ചു വെക്കരുത്. നിങ്ങൾ
I want you to go back healed. Forgive them. അവരൊന്നും പെർഫെക്റ്റ് അല്ല. നിങ്ങളുടെ ഭൂമിയിലെ അപ്പന്മാർ ഒന്നും പെർഫെക്റ്റ് അല്ല. മക്കളായ നമ്മളും പെർഫെക്റ്റ് അല്ല. തുടയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷമിച്ചാട്ടെ, അവരോട് ക്ഷമിച്ചാട്ടെ. ഇന്ന് അപ്പൻ ഇവിടെ ഉണ്ട്. ഇവിടെ അപ്പന്റെ സാന്നിധ്യത്തിലായിരുന്നു കേട്ടോ. Oh, hallelujah. Just invite God, Lord, completely take it over. ഇന്ന് ആത്മാവിൽ ഞാൻ ഇത് പറയാൻ ആഗ്രഹിക്കുന്നു. James 1:17 it says every good and perfect gift is from above. It comes from the Father of light, with whom there is no variation or shadow of turning. Today I sense the Lord wants to give gifts to his children. മക്കൾക്ക് ഗിഫ്റ്റ്സ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു അപ്പനാ. നിങ്ങൾ വാങ്ങിച്ചാട്ടെ. ഹല്ലേലൂയ. നിങ്ങളുടെ മേലെ ചിലതൊക്കെ പകരുന്നവൻ. ഹീസ് ഇമ്പാർട്ടിങ് സംതിങ്. വാങ്ങിച്ചോ. അപ്പനും മക്കളും തമ്മിൽ അത് വാങ്ങിച്ചോ. ചിലപ്പോൾ ഒരു സൗഖ്യമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ഒരു കൃപയായിരിക്കും. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ ചെയ്യുവാൻ ഉള്ള കൃപ, ചില വേർഡ്സ് ആയിരിക്കും. ഹീസ് ബ്രിങ്ങിങ് സം ഗുഡ് ഗിഫ്റ്റ്സ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം നല്ല അപ്പൻ കൊടുക്കുന്ന ഗിഫ്റ്റ്സ്. Some of you, he's giving a gift to sing and worship. Sing and worship. Sing and worship. Sing and worship. A gift to cook. Hallelujah. A gift to cook. A gift to sing. A gift to sing. Hallelujah. നിങ്ങൾ ഇന്നോട് ശ്രദ്ധിച്ചോ, നിങ്ങളുടെ ആ ഗിഫ്റ്റിങ്ങിന്റെ ആ ലെവൽ മാറാൻ പോവാ. Some of you, the Lord is giving a gift to communicate. വാങ്ങിച്ചവരെ ഏറ്റെടുക്കേണ്ടവരൊക്കെ ഏറ്റെടുത്തോ. ഗിഫ്റ്റ് ടു കമ്മ്യൂണിക്കേറ്റ്. നിങ്ങൾക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ ആശയവിനിമയം നടത്താൻ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ദൈവം ഇപ്പോൾ ആ ഗിഫ്റ്റ് കൊടുക്കുന്നു. ഒരു ഗിഫ്റ്റ്, ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ഗിഫ്റ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ജോലിക്ക് കോഡിംഗ് അങ്ങനെ എന്തെങ്കിലും ജോലി സംബന്ധമായ ഒരു ഗിഫ്റ്റ് കർത്താവിനെ നിന്ന് വാങ്ങിച്ചു. അപ്പൻ്റെ നിന്ന് വാങ്ങിച്ചു. ഹല്ലേലൂയ. ചോദിച്ചാട്ടെ. സൗഖ്യമാണെങ്കിൽ അത് വാങ്ങിച്ചാട്ടെ. ചോദിച്ചാട്ടെ. ഇതിപ്പോൾ അപ്പനും മക്കളും തമ്മില. ഹല്ലേലൂയ. വാങ്ങിച്ചാട്ടെ. Thank you, Jesus. അനാഥൻ ഞാനല്ല, വിദൂരം നീയല്ല, അപമാനങ്ങളെ നീ മാന്യതയാക്കി. അനാഥൻ ഞാനല്ല, വിദൂരം നീയല്ല, അപമാനങ്ങളെ നീ മാന്യതയാക്കി. Thank you, Jesus. അപമാനങ്ങളെ നീ I want to thank the Father because He's here. He's here. പറഞ്ഞാട്ടെ, നിൻ മകനാന്ന് പറഞ്ഞാട്ടെ, നല്ല മകളാന്ന് പറഞ്ഞാട്ടെ. കർത്താവും നിൻ മകളാ പാപ്പാ, പാപ്പാ നിൻ മകനാ, നിൻ മകളായി പാപ്പാ, പാപ്പാ, പാപ്പാ. നമുക്ക് എത്ര പ്രായമാണെങ്കിലും 90 വയസ്സാണെങ്കിലും നമുക്ക് അപ്പം വേണം. പ്രായം ഒരു പ്രശ്നമല്ല. 95 വയസ്സായ ഒരാൾക്കും
അപ്പം വേണോന്നൊരാഗ്രഹം, അല്ല അമ്മ വേണോന്നൊരാഗ്രഹം. ചിലവര് കർത്താവ് കമ്പാഷൻ അങ്ങ് നിറയ്ക്കുക, മേഴ്സി, കമ്പാഷൻ. ഓ ഭയങ്കര അങ്ങ് കമ്പാഷൻ. ചിലവര് കർത്താവ് ആ ലോസ്റ്റ് സൺ, ആ പ്രോഡിഗൽ സൺ തിരിച്ചു വന്നപ്പം ഓടിപ്പോയി കെട്ടിപ്പിടിച്ച ഒരു അപ്പൻ. ആ അപ്പനാണ് ഇന്നിവിടെ വന്നേക്കുന്നത്. ഞാനല്ല, പിതാവായ ദൈവം ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച ആ അപ്പൻ. ഹല്ലേലൂയ. ഇതിൽ കൂടുതൽ സ്നേഹം ഈ ലോകത്തിലില്ല. I want to tell to you, ആർക്കും നിങ്ങൾക്ക് ഈ സ്നേഹത്തിന് അപ്പുറം ഓഫർ ചെയ്യാൻ പറ്റത്തില്ല. ഈ ലോകത്തിലെ ഒരു സിസ്റ്റം, ലോകത്തിലെ അപ്പനോ അമ്മയ്ക്കോ ഭർത്താവിനോ ഇതിനപ്പുറം നിങ്ങളെ സ്നേഹിക്കാൻ പറ്റത്തില്ല, സാധിക്കുകയില്ല. അങ്ങനെ ഒരു പ്രഷർ നിങ്ങൾ കൊടുക്കരുത് അവർക്ക്. ചിലവരെ അവരുടെ ഭൂമിയിലെ അപ്പൻ ഒരിക്കലും ഹഗ് ചെയ്തിട്ടില്ലായിരിക്കും, ഒരിക്കൽ പോലും ഒന്ന് സ്നേഹത്തോട് ഒന്നും പറഞ്ഞിട്ടില്ലായിരിക്കും. പക്ഷെ ഇന്ന് അവരെയൊക്കെ കർത്താവ് ഇന്ന് ഒത്തിരി സ്നേഹിക്കുക, അവരെ ഒത്തിരി കെട്ടിപ്പിടിക്കുക. മോനെ നീ നന്നായിട്ട് ചെയ്തു എന്ന് നിങ്ങളുടെ ഭൂമിയിൽ അപ്പൻ പറഞ്ഞിട്ടില്ല എങ്കിൽ ഇന്ന് അവരോട് കർത്താവിന് ഒത്തിരി പറയാൻ. എന്റെ പ്രഷ്യസാ, എന്റെ മോന, എന്നെ ഒത്തിരി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നീ എന്നെ പോലെയാണെന്ന് ചിലവരോട് കർത്താവ് പറയാ. എന്നെ പോലെയാടാ, എന്നെ പോലെയാ നിന്നെ ഞാൻ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. എന്നെ പോലെയാ ഞാൻ നിന്നെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ. ചില ഭൂമിയിലെ അപ്പന്മാർക്ക് ചിലപ്പോൾ നാണക്കേടായിരിക്കും, പക്ഷെ നിങ്ങളോട് നിങ്ങളുടെ സ്വർഗത്തിലെ അപ്പം പറയാ, ഞാൻ നിന്നെ എന്നെ പോലെയാ സൃഷ്ടിച്ചത്. എനിക്ക് നിർത്താൻ തോന്നുന്നില്ല. പുതുവസ്ത്രമേകി വാരി പുണർന്നെ മുത്തങ്ങളേകി പുതുവസ്ത്രമേകി വാരി പുണർന്നെ മുത്തങ്ങളേകി രട്ടുകളഴിച്ചെന്നെ പുതുവസ്ത്രമേകി വാരി പുണർന്നെ മുത്തങ്ങളേകി രട്ടുകളഴിച്ചെന്നെ വാരി വാരി പുണർന്നെ മുത്തങ്ങളേകി രട്ടുകളഴിച്ചെന്നെ പുതുവസ്ത്രം. പാപ്പാ 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 നിൻ മകനാ മകളാ കർത്താവ് കെട്ടിപ്പിടിക്കുക. കൺമണി പോൽ കാക്കുന്നു എന്നെ, നിൻ വാത്സല്യമെന്നിൽ പകർന്നു. കൺമണി പോൽ കാക്കുന്നു എന്നെ, നിൻ വാത്സല്യമെന്നിൽ പകർന്നു. വാരി പുണർന്നെ വാരി പുണർന്നെ മുത്തങ്ങളേകി രട്ടുകളഴിച്ചെന്മേൽ പുതുവസ്ത്രമേകി വാരി പുണർന്നെ മുത്തങ്ങളേകി രട്ടുകളഴിച്ചെന്മേൽ പുതുവസ്ത്രം. വാരി പുണർന്നെ വാരി പുണർന്നെ പുതുവസ്ത്രമേകി ഓ രട്ടുകളഴിച്ചെന്നെ പുതുവസ്ത്രമേകി. പാപ്പാ
ആത്മാവ് പകരുക. സ്വർഗത്തിൽ നിന്ന് നിങ്ങളുടെ മേലെ പുത്രത്തിന്റെ ആത്മാവ് പകരുക. അന്യഭാഷയിൽ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ, ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാട്ട്, പിടിച്ചു വെക്കൽ പറഞ്ഞാട്ട്. പപ്പാ പപ്പാ ഡാഡി ഡാഡി വാരി ഉണർന്നെ മുത്തങ്ങളേകി രട്ടുകളഴിച്ചെന്മേൽ പുതുവസ്ത്രമേകി. വാരി ഉണർന്നെ മുത്തങ്ങളേകി രട്ടുകളഴിച്ചെന്മേൽ പുതുവസ്ത്രമേകി. വാരി പുണർന്നെ മുത്തങ്ങളേകി രട്ടുകളഴിച്ചെന്മേൽ പുതുവസ്ത്രം. വാരി പുണർന്നെ വാരി പുണർന്നെ മുത്തങ്ങളേകി രട്ടുകളഴിച്ചെന്മേൽ പാപ്പാ 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 നിൻ മകനാ നിൻ മകളായി പാപ്പാ പാപ്പാ നിൻ മകനാ നിൻ മകളായി പാപ്പാ 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 ഡാഡി മകനാ നിൻ മകനായി പാപ്പാ പാപ്പാ നിൻ മകനാ പാപ്പാ പാപ്പാ മകനാ ചിലവരോട് ഈ അപ്പം പറയുക, ഞാൻ മൊത്തം സ്നേഹം, ഞാൻ മൊത്തം സ്നേഹം, മൊത്തം. ഷാജി നിന്നോടൊക്കെ പറഞ്ഞത് കള്ളമാണ്. ഞാൻ ദേഷ്യക്കാരനാണെന്നും ഞാൻ അടിക്കുമെന്നും പിടിക്കുമെന്നും, ഞാൻ മൊത്തം സ്നേഹം, മൊത്തം പറഞ്ഞേ. എൻ്റെ അപ്പൻ മൊത്തം സ്നേഹമാണെന്ന് പറഞ്ഞേ. അത് പറയുമ്പോൾ തന്നെ നമുക്കൊരു സൗഖ്യമാണ്. എൻ്റെ അപ്പൻ മൊത്തം സ്നേഹം പറഞ്ഞാട്ടെ. എൻ്റെ അപ്പൻ മൊത്തം, മൈ ഫാദർ ഈസ് ഫുൾ ഓഫ് ലവ്. അപ്പൻ മൊത്തം മൊത്തം, ഏത് ആംഗിളിൽ നിന്ന് നോക്കിയാലും അവൻ മൊത്തം സ്നേഹം. അവന്റെ മുഖത്തോട് നോക്കിയാൽ അവിടെ സ്നേഹം, കാലിലോട് നോക്കിയാൽ അവിടെ സ്നേഹം, മൊത്തം മൊത്തം മൊത്തം. Thank you, Jesus. ഉണർന്നെ മുത്തങ്ങളേകി രട്ടുകളഴിച്ചെന്മേൽ പുതുവസ്ത്രമേകി. വാരി പുണർന്നെ മുത്തങ്ങളേകി രട്ടുകളഴിച്ചെന്മേൽ പുതുവസ്ത്രമേകി. വാരി പുണർന്നെ മുത്തങ്ങളേകി രട്ടുകളഴിച്ചെന്മേൽ പുതുവസ്ത്രമേകി. വാരി പുണർന്നെ മുത്തങ്ങളേകി രട്ടുകളഴിച്ചെന്മേൽ പാപ്പാ 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 മകനായി മകളാ പാപ്പാ പാപ്പാ നിൻ മകനാ നിൻ മകളാ പാപ്പാ പാപ്പാ നിൻ മകനാ. എല്ലാവരും എൻ്റെ കൂടെ ഈ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിക്കണം. ഡാഡി, ഇനിയും തൊട്ട് ഐ വോണ്ട് ടു ലിവ് ഇൻ യുവർ ബൂസം. ഞാൻ നിന്റെ മടിയിൽ വസിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇനിയും തൊട്ട് ഈ ലോകത്തിൻ്റെ മടിയിലല്ല, മനുഷ്യന്റെ മടിയിലല്ല,
നിന്റെ മടിയിൽ. ഹാലലൂയ എന്ന് പറഞ്ഞാട്ട്. ഹാലലൂയ. നിന്റെ I want to live in your bosom. I want to be full of your love. I want to be full of your love. മുതൽ നിന്റെ പൂർണ്ണ സ്നേഹത്തിലായിരിക്കുവാൻ, നിന്റെ മടിയിൽ വസിക്കുവാൻ തീരുമാനിക്കുന്നു. നിന്നിൽ ഇഷ്ടമല്ലാത്ത കാര്യം അപ്പനിപ്പോൾ എടുക്കുക. അവനിൽ ഇഷ്ടമില്ലാത്ത കാര്യം അവൻ ഇപ്പോൾ എടുക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാ. അവന് ഇഷ്ടമില്ലാത്ത കാര്യം എന്താണോ വെച്ച് അവൻ ഇപ്പോൾ അതെടുക്കും. എല്ലാവരും റിസീവ് ചെയ്തു. ഹാലലൂയ. ഇതൊരു ഇമ്പാർട്ടേഷനാണ്. നിങ്ങൾ ഇന്ന് തൊട്ട് നിങ്ങൾ അപ്പൻ്റെ സ്വരം കേൾക്കും. ഞാൻ ഇന്ന് തൊട്ട് എൻ്റെ അപ്പൻ്റെ സ്വരം കേൾക്കും. ഞാൻ ഇന്ന് തൊട്ട് എൻ്റെ അപ്പൻ്റെ സ്വരം ഞാൻ കേൾക്കും. എന്നാൽ ഇപ്പോൾ അപ്പൻ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തരാൻ പോകും. ദിസ് ഫാദർ ഈസ് ഗോയിങ് ടു ഗിവ് എ ഗിഫ്റ്റ്. അതിന് ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങൾ, ഒരു വാക്യൂം ക്ലീനർ പൊടി സക്ക് ചെയ്യുന്ന പോലെ അവൻ്റെ പ്രസൻസ് അതെല്ലാം എടുത്തു മാറ്റാൻ പോവുക. Hallelujah. Lord, I pray right now. Just put your heart on your chest. Lord, right now, നിങ്ങൾക്ക് മുട്ടുകുത്തണോ? കൊടുത്താ നമ്മൾ മുട്ടുകുത്തുന്നവൻ, അവനിൽ നിന്നാണ് സകല ഫാദർഹുഡും ഈ ഭൂമിയിൽ വന്നത്. നിങ്ങൾക്ക് ആരോഗ്യം സമ്മതിക്കുന്നുണ്ടെങ്കിൽ മുട്ടുകുത്താം. കർത്താവേ, നിനക്ക് അപ്പൻ ഇഷ്ടമില്ലാത്തത് എല്ലാം ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ എടുത്താട്ട്. ഇപ്പോൾ തന്നെ എടുത്താട്ട്. അപ്പൻ എടുക്കുക. അപ്പൻ ഇഷ്ടമില്ലാത്ത എല്ലാം കുറച്ചല്ല, എല്ലാം എടുത്താട്ട്. എല്ലാം എടുത്താട്ട്. ഡാഡിക്ക് ഇഷ്ടമില്ലാത്ത എല്ലാം എടുത്ത് മാറ്റിക്കോ ഡാഡി. ഞാൻ ഒന്നും ഇനിയും വിട്ടു തരാതിരിക്കുന്നില്ല. എല്ലാം അപ്പന് ഇഷ്ടമില്ലാത്ത സകലതും, എല്ലാ ചിന്തകളും, ഹൃദയത്തിലിരിക്കുന്ന സാധനങ്ങളും, എല്ലാ വ്യക്തികളും സാധനങ്ങളും, ദൈവത്തിൽ നിന്നുള്ള അല്ലാത്ത എല്ലാം മാറട്ടെ. ഓ നമ്മുടെ ജീവിതത്തിൽ ഭൂമിയിലെ അപ്പന് നമ്മൾ പെർമിഷൻ കൊടുക്കും. പെർമിഷൻ കൊടുത്തില്ലെങ്കിലും ചിലപ്പോൾ അവൻ എടുക്കും. സ്വർഗത്തിലെ അപ്പനൊരു ജെന്റിൽമാൻ ആയതുകൊണ്ട് അവൻ പെർമിഷൻ ഇല്ലാതെ എടുക്കുകയല്ല, അതെല്ലാം എടുത്തു മാറ്റുക. അവനിൽ നിന്നല്ലാത്തതും അവന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ പെർമിഷൻ കൊടുത്ത സ്ഥിതിക്ക് അവനെല്ലാം എടുത്തു മാറ്റുക. ഇന്ന് തൊട്ട് നിങ്ങൾക്ക് പ്രയാസമായിരുന്നു ഇതുവരെ അത് ചെയ്യാനോ ചെയ്യാതിരിക്കുവാനോ, ഇന്ന് തൊട്ട് നിങ്ങൾക്കത് പറ്റും. കാരണം അപ്പൻ അത് എടുത്തുകൊണ്ട് പോയി. ഹല്ലേലൂയ. ഇന്നും റെസിഡ്യൂ സംതിങ് ദാറ്റ് റിമെയിൻസ് ആഫ്റ്റർ സംതിങ്. ആ റെസിഡ്യൂ അതൊന്നും ഇനി ഇല്ല. യേശുവിൻ്റെ നാമത്തിൽ. Let's just thank this great Father. ഹല്ലേലൂയ. സഭയായിട്ട് നമുക്ക് ഒരുമിച്ച് ഈ നല്ല അപ്പന് ഒരു നന്ദി പറയാം. എത്ര നല്ല അപ്പനാ. ഹല്ലേലൂയ എന്ന് പറഞ്ഞ് എൻ്റെ അപ്പൻ നല്ലതാന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. അന്ന് പേഴ്സണലായിക്ക് എൻ്റെ അപ്പൻ നല്ലതാ. അടുത്തിരിക്കുന്നവരെന്ന് പറഞ്ഞേ എൻ്റെ അപ്പൻ നല്ലതാ. എനിക്ക് കിട്ടിയേക്കുന്ന ബെസ്റ്റ് അപ്പനാന്ന് പറഞ്ഞേ. എനിക്ക് കിട്ടിയേക്കുന്ന ബെസ്റ്റ് അപ്പനാണ്. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു നമുക്ക് കിട്ടി നമ്മുടെ എല്ലാ അപ്പനാ. നമുക്ക് കിട്ടിയേക്കുന്ന അപ്പൻ ബെസ്റ്റ് അപ്പനാ. നമുക്ക് കിട്ടിയ അപ്പൻ അപ്പുറത്തെ ആളെ പിടിച്ചെന്ന് പറഞ്ഞു നമുക്ക് കിട്ടിയ അപ്പൻ ബെസ്റ്റ് അപ്പനാ. ഇതിൽ കൂടുതൽ ഇനി കിട്ടാനില്ല. ഹല്ലേലൂയ. ഇന്ന് പിശാചിന്റെ ചില കള്ളങ്ങൾ കർത്താവ് പൊളിച്ചു. ഹല്ലേലൂയ. നല്ല അപ്പൻ.
ഞാൻ ഓർക്കുമായിരുന്നു ഈ നല്ല അപ്പൻ, നല്ലത്, ദറ്റ് വേർഡ് നല്ലത്, ഗുഡ് ഇറ്റ്സ് നോട്ട് ഇനഫ് ടു ഡിസ്ക്രൈബ് ഹിം. ഈ ഭൂമിയിൽ അങ്ങനെ ഒരു വേർഡ് ഇതുവരെയും ഇല്ല അവനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട്. അതിനുള്ളതൊന്നും ആയിട്ടില്ല നമ്മുടെ ഇംഗ്ലീഷ് ഭാഷ. അവനെ ഒറ്റ വേർഡിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ ഈ ഭൂമിയിൽ ആർക്കും പറ്റത്തില്ല. പിന്നെ നമുക്കൊന്ന് ഒരു പിക്ചർ കിട്ടാൻ വേണ്ടി ഗുഡ് ഫാദർ. ആമേൻ. താങ്ക് യു സോ മച്ച് ഫാദർ. വി താങ്ക് യു. ഇന്ന് ആരും എല്ലാവരും വീട്ടിൽ പോകുന്നത് അനാഥരായിട്ടല്ല, അപ്പൻ്റെ കൂടെ. താങ്ക് യു ഡാഡി. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ.